ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. പ്രൈം മിനിസ്റ്റർ നെതന്യാഹു ലെബനോണിന്റെ ആക്രമണം തുടർന്നു കൊണ്ടുപോയി ഈ ഇസ്ലാമാബാദിലുള്ള ചർച്ച തടസ്സമാക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ അമേരിക്കയും ഇറാനും ഇസ്ലാമാബാദിൽ ചെന്ന് അങ്ങോട്ട് ചർച്ച ഉണ്ടാവരുത്. കാരണം പ്രൈം മിനിസ്റ്റർ നെതന്യാഹുവിന്റെ കറപ്ഷൻ ട്രയൽസ് സൺഡേ തുടങ്ങണമെന്നാണ് കോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് ഈ അമേരിക്കൻ പ്രസിഡന്റും ഇറാനും തമ്മിലുള്ള കരാറിന് ശേഷം ഇസ്രയേലില് അവരെ എമർജൻസി റിവോക്ക് ചെയ്തതിനു ശേഷമാണ് ഇത് നടക്കുന്നത്. അപ്പോ യുദ്ധം, അതായത് ഇറാനും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധം ഇനിയും തുടങ്ങുവാണെങ്കിൽ ആ വിചാരണ, കറപ്ഷൻ ചാർജിനെ പറ്റിയുള്ള വിചാരണ നിൽക്കും. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഇത് ഒക്ടോബർ മാസം വരെ യുദ്ധം നടക്കണം. അപ്പോ 2 ദിവസം മുമ്പ്, വോട്ടിങ്ങിന് 2 ദിവസം മുമ്പ് സീസ്ഫയർ നടത്തുക, എന്നിട്ട് വാർ ഹീറോ ആയിട്ട് അദ്ദേഹത്തിന് ഒരുപാട് വോട്ട് കിട്ടുക, ജയിക്കുക. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതൊന്ന്. എന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുമായിട്ട് സംസാരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ സംഭാഷണം ഇസ്ലാമാബാദിൽ നടക്കും. അത് ജയിക്കുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് ജയിക്കണമെന്നുള്ളത് അവരുടെ ഒരു ആവശ്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരാവശ്യമാണ്. കാരണം ഈ യുദ്ധം ഇനിയും തുടരുവാണെങ്കിൽ എണ്ണയുടെ വില കൂടും, സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ ഉള്ള പാസേജൊക്കെ തടസ്സത്തിലാകും, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ചെയ്യും. അപ്പോൾ പ്രസിഡന്റ് ട്രംപിന് ബുദ്ധിമുട്ടുകൾ വരും. അദ്ദേഹത്തിന്റെ മാഗ സപ്പോർട്ടേഴ്സ് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഈ യുദ്ധത്തിൽ പോയി ഏർപ്പെട്ടത്? താങ്കൾ കാൻഡിഡേറ്റ് പറഞ്ഞതല്ലേ പ്രസിഡന്റ് ഫോർ പീസ് ആയിരിക്കും. അപ്പൊ അതാണോ? പക്ഷേ നമുക്ക് വേറെ മനസ്സിലാക്കാനുള്ളത്, നെതന്യാഹുവിന് ട്രംപിന്റെ മേലെ ഒരു ക്ലൗട്ട് ഉണ്ട്. അപ്പോ അതനുസരിച്ചായിരിക്കും നെതന്യാഹു പ്രതീക്ഷിക്കുന്നത്. അതായത് ഈ ഇസ്ലാമാബാദിലുള്ള ചർച്ചകൾ അത് എന്താ പറയാ, യാതൊരു ഫലവുമില്ലാതെ തീരും. അപ്പോ ആ 2 ആഴ്ച പോസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ, അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ യുദ്ധം തുടങ്ങും എന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. താരാ ജയിക്കാൻ പോണത്? നെതന്യാഹുവാണ് ജയിക്കാൻ പോണത്? അത് ട്രംപാണ് ജയിക്കാൻ പോണത്? അത് ഇറാനാണ് ജയിക്കാൻ പോകുന്നത്? അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മനുഷ്യരാശിയാണ് ജയിക്കാൻ പോകുന്നത്. കാരണം മനുഷ്യരാശിക്ക് ഈ യുദ്ധം അവസാനിക്കേണ്ടത് ഏറ്റവും വലിയ ആവശ്യമാണ്. ഇന്ത്യക്കും ഏറ്റവും വലിയ ആവശ്യമാണ്. കാരണം നമ്മുടെ 1 കോടി ജനങ്ങൾ അവിടെ ഉണ്ട്. നമ്മൾ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണുന്നുണ്ട്. പാകിസ്ഥാൻ ഇതിൽ മീഡിയേഷൻ നടത്തുന്നുണ്ട്. ഡൽഹിയിൽ ചിലർക്കൊക്കെ ഒരു ഡിസ്കംഫർട്ട് ഉണ്ട്. അതൊക്കെ വളരെ അനാവശ്യമായ കാര്യമാണ്. കാരണം ഈ മീഡിയേഷൻ സക്സസ്ഫുൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യരാശിക്ക് നന്നായിരിക്കും, ഇന്ത്യക്ക് നന്നായിരിക്കും. തീർച്ചയായും ഇപ്പോൾ ഹോർമസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കം, അതിനെതിരെ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഈ ഒരു യുദ്ധത്തിലുണ്ടായ നാശനഷ്ടങ്ങളൊക്കെ എണ്ണി കണക്ക് ചോദിക്കുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ ഭാഗത്തു നിന്നും പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തെ ആക്രമിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ല, നാശനഷ്ടങ്ങൾക്കുള്ള പരിഹാരത്തുക അത് ഏത് വിധേനയും ഈടാക്കുമെന്ന മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുന്നുണ്ട്. അത് ഏത് രീതിയിലായിരിക്കും ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു തുക ഇറാൻ ഈടാക്കാൻ സാധിക്കുന്നത്? എന്താ പറയുക, ഇത് അവരുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ഉള്ളതാണ്, ഇറാന്റെയും ഒമാന്റെയും. അപ്പോ അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ടാവുമല്ലോ, അത് റെഗുലേറ്റ് ചെയ്യാനായിട്ട്. അതൊന്ന്. പിന്നെ ഇറാൻ വാദിക്കുന്നത് ഈ നാശനഷ്ടങ്ങൾക്ക് ഒരു
കോമ്പൻസേഷൻ വേണമെങ്കിൽ അമേരിക്ക കൊടുക്കില്ല, ഇസ്രയേലും കൊടുക്കില്ല. അപ്പോൾ ഇറാന് വേറെ ഉപാധിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ലിമിറ്റ് വരെ അവര് ഒരു ഫീ വസൂൽ ചെയ്യുവാണെങ്കിൽ അതിൽ തെറ്റ് കണ്ടുപിടിച്ചാൽ ബുദ്ധിമുട്ടാണ്. തന്നെയുമല്ല, നമ്മളൊന്നും ഓർക്കണം, പ്രസിഡന്റ് ട്രംപ് അടുത്ത ദിവസം പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കയും ഇറാനും കൂടി ഒരുമിച്ച് സ്ട്രേറ്റ് ഓഫ് ഹോർമസ് കൺട്രോൾ ചെയ്യാം, എന്നിട്ട് അമേരിക്കയും ഇറാനും വലിയ ലാഭം ഉണ്ടാക്കാം. അപ്പോ ഒരു ഫൈൻ, ഒരു പാസേജ് ഫീ കൊടുക്കുന്നതിൽ ഈടാക്കുന്നതിൽ ട്രംപിന് യഥാർത്ഥത്തിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. അത് അമേരിക്കയ്ക്ക് കിട്ടണമെന്നാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. തീർച്ചയായും ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എണ്ണ വിലയിലെ വർധനവ് അത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. ഇപ്പോൾ സൗദി അറേബ്യയുടെ കാര്യമൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണവില വലിയ തോതിൽ കൂടുന്നത് കയറ്റുമതിക്ക് പോലും വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ വലിയൊരു ആശങ്കയിലേക്കാണ് രാജ്യത്തെ ആക്കുന്നത്. ഇതിപ്പോൾ എണ്ണവില ഇത്തരത്തിൽ വർദ്ധിക്കുമ്പോൾ അത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു പ്രതിസന്ധി തന്നെയല്ലേ മുന്നിൽ കാണേണ്ടത്? തീർച്ചയായിട്ടും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം ഇന്ത്യ $270 മില്യൺ എക്സ്ട്രയാണ് ചിലവാക്കുന്നത് എണ്ണ വാങ്ങിക്കാനായിട്ട്. അപ്പോ എണ്ണവില കൂടുകയാണെങ്കിൽ അത് അതിലും കൂടും. അത് എത്ര നാളത്തേക്ക് അങ്ങനെ നടക്കുമെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയുടെ GDP ഗ്രോത്തിനെ വളരെ സീരിയസ് ആയിട്ട് ബാധിക്കും. മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.